ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ. വീക്കിലി ഷോപ്പിങ്ങിന് വേണ്ടി എല്ലാ ആഴ്ചയും നമ്മൾ ഒരു വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ഒക്കെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം ചില നുണുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് നമ്മൾ ഇറങ്ങും കേട്ടോ. മന്ത്ലി ഷോപ്പിംഗ് നമ്മൾ മാസം തുടങ്ങുമ്പോൾ തന്നെ നടത്തി വെക്കുമെങ്കിൽ എന്നാലും സാധനങ്ങളൊക്കെ ചിലപ്പോൾ തീർന്നു പോകുന്നതനുസരിച്ചോ അല്ലെങ്കിൽ പിള്ളേരുടെ പെട്ടെന്നുള്ള എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്കനുസരിച്ചോ ഒക്കെ നമ്മൾ വീക്കിലി ഷോപ്പിംഗ് ചെയ്യുന്നത് പതിവാണ് കേട്ടോ. ഇന്നാണെങ്കിൽ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഈവനിങ് ഒന്ന് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. അപ്പോൾ പിള്ളേരും കസിനും അമ്മയും കൂടി വണ്ടിയിലങ്ങ് ഹോസ്പിറ്റലിലേക്ക് വന്ന് ഞാൻ ജോലി കഴിഞ്ഞ് അവിടെ ഇറങ്ങി. ഇത് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്കാണ് കേട്ടോ ഞങ്ങൾ സാധനം മേടിക്കാനായിട്ട് ഇറങ്ങിയത്. അമ്മ വണ്ടിയിൽ തന്നെ ഇരിക്കുക. സാധനം മേടിക്കാൻ ഇറങ്ങിയപ്പോൾ പിള്ളേർ എൻ്റെ കൂടെ തന്നെ വന്നു. എപ്പോൾ വന്നാലും ആ ട്രോളി ഉരുട്ടിക്കൊണ്ട് പോകുന്ന ബാലമോളാണ്. പിന്നെ കണ്ണി കണ്ടത് അത്രയും പറക്കിയെടുക്കും. എന്നെ സാധനങ്ങൾ എടുക്കാൻ സമ്മതിക്കത്തില്ല കേട്ടോ. 2 പേർക്കും കാണുന്ന എല്ലാം വേണം. പക്ഷേ ഞാനെല്ലാം ഒന്നും വാങ്ങിക്കൊടുക്കത്തില്ല കേട്ടോ. നമ്മുടെ ബജറ്റിൽ കൂടെ നിൽക്കുന്ന രീതിയിലേ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്ത ആഴ്ചത്തേക്കുള്ള നമ്മുടെ ലഞ്ച് ബോക്സ് സീരീസിന് വേണ്ടി കുറച്ച് സാധനങ്ങളാണ് കേട്ടോ ഞാനിപ്പോൾ അത്യാവശ്യം മേടിക്കാനായിട്ട് കയറിയിരിക്കുന്നത്. പുതിയ കുറച്ച് ഐഡിയകളൊക്കെ തലയിൽ ഉദിച്ചിട്ടുണ്ട്. അതനുസരിച്ച് അടുത്ത ആഴ്ചത്തെ ലഞ്ച് ബോക്സ് എങ്ങനെ ഇന്നോവേറ്റീവ് ആക്കാമെന്നുള്ള രീതിക്ക് വേണ്ടി സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക. അപ്പോഴത്തേക്കും ബാലമോള് കണ്ടില്ലേ എന്ത് പറക്കി എടുക്കാം എന്നുള്ള ആലോചന എന്തൊക്കെയോ പറക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ സാധനം എന്തായാലും വാങ്ങിച്ചു കൊടുത്തു. അതിൽ ചെറിയാണ് ഓടി വന്ന് വാങ്ങിത്തരും അമ്മയെ ചോദിക്കുന്നുണ്ട്. ഈ സാധനങ്ങളൊക്കെ എടുക്കുന്നത് നമ്മുടെ കല്ലുവാതിക്കൽ തന്നെയുള്ള സഹാറ എന്ന് പറയുന്നൊരു ഹൈപ്പർ മാർക്കറ്റാണ് കേട്ടോ. വർഷങ്ങളായി ഇവിടുത്തെ ഒരു കസ്റ്റമറാണ് ഞങ്ങൾ. ഈവനിങ് ജോലി കഴിഞ്ഞൊക്കെ ഓടി കയറി സാധനങ്ങളൊക്കെ പറക്കിയെടുത്ത് പെട്ടെന്ന് ബസ്സിന് പോകാനൊക്കെ നമുക്ക് റോഡരികിൽ ജംഗ്ഷൻ്റെ സൈഡിൽ തന്നെ ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റാണ്. ഞാൻ ഈ ഷോപ്പിൻ്റെ ഒരു ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് കസ്റ്റമറും കൂടിയാണ് കേട്ടോ. നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നേക്ക് 20 ദിവസം ആവുകയാണ് കേട്ടോ. ഇതുപോലെ ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു ഞങ്ങളിരുന്ന് ചുമ്മാ ഇരുന്ന് ആലോചിച്ചൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്നുള്ളൊരു ചിന്തയ്ക്ക് പിന്നിലായിട്ട് നമ്മുടെ ചാനൽ ഉദിച്ചുയർന്ന് വരുന്നത് കേട്ടോ. പക്ഷേ ചാനൽ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് പേരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു, സഹായം ഉണ്ടായിരുന്നു. നമ്മുടെ വളർച്ച ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് നമുക്ക് സപ്പോർട്ടുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ഷെയർ ചെയ്തവർക്കും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ മുൻകൂട്ടി വാങ്ങിച്ചാലും ചിലപ്പോഴൊക്കെ മാസം അവസാനം ആകുമ്പോഴത്തേക്ക് സാധനങ്ങളൊക്കെ അങ്ങ് തീർന്നു. നിങ്ങൾക്ക് ഇങ്ങനത്തുള്ള അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ടോ? ഞാൻ എപ്പോഴും മന്ത്ലി പ്ലാനിങ് ചെയ്താലും അത് ഫ്ലോപ്പ് ആവാറുണ്ട്. ഇത് ബാലമോൾ ഇത് അടുത്തത് പൊക്കൊണ്ട് വന്നേക്കാം. അമ്മ ഇത് ബർത്ത്ഡേക്ക് പൊട്ടിക്കുന്ന സാധനമല്ലേ, നമുക്കിന്ന് വീട്ടിൽ പൊട്ടിച്ചാലോ, ഇത് എനിക്ക് വേണമെന്നും പറഞ്ഞ് എടുത്തുകൊണ്ട് വരുക കേട്ടോ. ഞാൻ പറഞ്ഞു നമുക്കത് ബർത്ത്ഡേക്ക് പൊട്ടിക്കാൻ മക്കളെന്ന് പറഞ്ഞാൽ ഒരു വിധത്തിൽ കേൾക്കത്തിനകത്ത് എടുത്ത് വെക്കുക. ഈ സാധനമൊക്കെ കൊണ്ടുപോയി ആ വീട് മൊത്തം അലമ്പാക്കാന്നല്ലാതെ ഒരു ഉപയോഗവും ഇല്ല. അതുകൊണ്ട് ഞാൻ അങ്ങ് തിരിച്ച് വെച്ചു. അതിനുവേണ്ടി മുഖവും വീർപ്പിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടില്ല. അപ്പം തിരിഞ്ഞപ്പോഴാണ് വേറെ എന്തോ സാധനം കണ്ണിൽ പെട്ടത്. ആ സന്തോഷത്തിൽ പിന്നെ അങ്ങ് പോയി. അടുത്തത് പറക്കാമല്ലോ എന്ന് പറഞ്ഞ് പോയി കേട്ടോ. എന്തൊക്കെയോ പറക്കെടുക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്നിട്ട്. ഞാൻ ചുമ്മാ എപ്പോൾ കയറിയാലും ഒരാവശ്യം ഇല്ലെങ്കിൽ കൂടിയും ഇതുപോലത്തെ സാധനങ്ങൾ വല്ല ക്രോക്കറി ഐറ്റംസോ അല്ലെങ്കിൽ പിന്നെ പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ സെറാമിക്കോ എന്തെങ്കിലും സാധനങ്ങൾ വേറെ കിട്ടുമോ എന്നുള്ള രീതിയിൽ എപ്പോഴും നോക്കും കേട്ടോ. പുതിയത് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കും. ഇതൊക്കെ കാണുമ്പോൾ ഒരു ക്രൈസാണ് കേട്ടോ. അമ്മ എപ്പോഴും വഴക്ക് പറയും, വീട് മൊത്തം പാത്രങ്ങളാണ്, വീട് മൊത്തം പ്ലാസ്റ്റിക് പാത്രങ്ങളാണെങ്കിൽ പോലും നിൻ്റെ കൊതി തീരത്തില്ലെന്ന് എപ്പോഴും പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി വെക്കാൻ. അപ്പോൾ ഇന്നും എടുത്തു കേട്ടോ ഒരു വെള്ള പ്ലേറ്റ്. കുറേ നാളായിട്ട് വിചാരിക്കുന്നു എൻ്റെ വെള്ള പ്ലേറ്റൊക്കെ കുറച്ചങ്ങ് മോശമായി കേട്ടോ. അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ നല്ല വെള്ള പ്ലേറ്റിൻ്റെ അഭാവം ഞാൻ തിരിച്ചറിയുന്നത്. അങ്ങനെ ഒരു വെള്ള പ്ലേറ്റൊക്കെ എടുത്തു. എൻ്റെ മോൾക്ക് ഇളയ ആൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഈ വഞ്ചി. ഒരെണ്ണം കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അത് നിറഞ്ഞപ്പോൾ പൊട്ടിച്ച് ഞങ്ങളെടുത്ത് അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് അടുത്തത് കണ്ടപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. അത് ഞാൻ അവസാനം പറയാം. അടുത്തതാണ് നമ്മുടെ ക്രയോൺസ്. എത്ര കണ്ടാലും കൊതിതീരാത്ത സാധനങ്ങളാണ് ക്രയോൺസ്. അതും പറക്കിയെടുക്കാൻ നോക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് സോനാ മസൂരി റൈസ് എടുക്കുകയാണ് കേട്ടോ. ഇതും ഒരു സർപ്രൈസാണ്. അടുത്ത സീരീസിൽ നിങ്ങൾക്ക് കാണാം. സാധനം മേടിക്കാൻ ഇറങ്ങുമ്പോൾ കയ്യിൽ ലിസ്റ്റൊന്നും കരുതുന്ന ശീലമില്ല കേട്ടോ. ഞാൻ മാത്രമേ ഉള്ളെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ടാവും. എൻ്റെ വീട്ടിലെ അടുക്കള ഞാൻ തന്നെയല്ലേ പെരുമാറുന്നത്. അപ്പോൾ ഞാൻ ആ ഓർമ്മയിൽ നിന്ന് തന്നെ കളക്ട് ചെയ്ത് സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് അനുസരിച്ച് പറക്കിയെടുക്കും കേട്ടോ. അപ്പോഴും ഇതെല്ലാം പറക്കിയെടുത്ത് വെച്ചപ്പോഴാണ് ഓർമ്മ വന്ന് കുറച്ച് അരിപ്പൊടി വേണമല്ലോ എന്നുള്ളത്. സൺഡേ പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അതും എടുത്തു കഴിഞ്ഞിട്ടാണ് കുറച്ച് സോയാ ചങ്ക്സ് എടുക്കാം. പിള്ളേർക്ക് സ്കൂളിൽ നോൺ വെജ് പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിന് കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ വെജ് ഐറ്റംസ് വേണ്ടേ. അതും കൂടി നെക്സ്റ്റ് വീക്കിലേക്ക് നോക്കി. പിന്നെ കുറച്ച് നെയ്യ് എടുക്കാൻ വേണ്ടി നോക്കി. അതും മറിച്ചും തിരിച്ചുമൊക്കെ നോക്കി വിലയും അതിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും എല്ലാം നോക്കി അതും എടുത്തു. എല്ലാ ഷോപ്പിങ്ങിൻ്റെ അവസാനം വരുന്ന കുറച്ച് കൂൾ ഡ്രിങ്ക്സും ഐസ്ക്രീമും പർച്ചേസ് ചെയ്തിട്ടേ ഇറങ്ങി പോകത്തുള്ളൂ കേട്ടോ. എസ്പെഷ്യലി കുട്ടികളുണ്ടെങ്കിലും ഇനിയിപ്പോൾ അവരില്ലെങ്കിലും അവർക്ക് വേണ്ടി ഞാനതൊക്കെ കരുതി എടുത്തുകൊണ്ട് പോകാറുണ്ട്. ഈ ഷോപ്പിൽ നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു ഫ്രീസർ ടൈപ്പ് സംഭവത്തിലാണ് കേട്ടോ നമ്മുടെ ഇങ്ങനെ തൈരും പാലും കേടും യോഗട്ടും എല്ലാം വെച്ചേക്കുന്നത്, കൂൾ ഡ്രിങ്ക്സും എല്ലാം കൂടി വെച്ചേക്കുക. അപ്പോൾ സാധാരണ നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കാണ് ഇത് പർച്ചേസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ജാനുമോളോട് ചോദിക്കുക എന്തോ ഒന്നും വേണ്ട, നീ ഒന്നും വേണമെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോഴവൾ പറഞ്ഞ സാധനം ഈ യോഗട്ട്, ഫ്രൂട്ടിൻ്റെ യോഗട്ടാണ് കേട്ടോ. കഴിക്കുമോ ഇല്ലയോ ദൈവത്തിനറിയാം. എന്തായാലും അതും വാങ്ങിച്ചു. ഞാനൊരു തൈരും എടുത്തു. അതും കഴിഞ്ഞ് ഐസ്ക്രീം നോക്കുക.
ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരും ബോൾ ഐസ്ക്രീമിൻ്റെ ഫാൻസാണ് കേട്ടോ. എന്നാലും ചുമ്മാ അതൊരു ഷോയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം ഒന്ന് എടുത്ത് നോക്കുകയാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുകയില്ലേ, അപ്പോൾ എല്ലാം ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. അവസാനം ഞാൻ എടുത്തുകൊണ്ട് പോകുന്നതും ബോൾ ഐസ്ക്രീം തന്നെയാണ് കേട്ടോ. വലിയ ക്വാണ്ടിറ്റിയിലൊന്നും മേടിക്കാറില്ല, ചുമ്മാ കൊതിക്കും വേണ്ടി ചുമ്മാ ബോൾ ഐസ്ക്രീം ഒന്ന് വാങ്ങിച്ചു കൊടുക്കും. എങ്ങാനും ജലദോഷമോ തൊണ്ടവേദന എങ്ങാനൊക്കെ വന്നാലോ, അതുകൊണ്ട് എല്ലാവർക്കും ഓരോ ബോൾ ഐസ്ക്രീം 4 എടുത്ത് കേട്ടോ. ഞാൻ കഴിക്കത്തില്ല. അപ്പോഴാണ് ഓർത്തത്, മഞ്ഞ എന്നെ ഓർമ്മിപ്പിച്ചു കേട്ടോ, അമ്മയ്ക്ക് വേണ്ടല്ലോ ബോൾ ഐസ്ക്രീം, അമ്മയ്ക്ക് ജലദോഷവും തൊണ്ടവേദനയായിട്ട് ആശുപത്രി പോയിട്ടല്ലേ വന്നത്. അങ്ങനെ അതിൽ നിന്ന് അങ്ങ് തിരിച്ചിടുന്നുണ്ട് കേട്ടോ ബെല്ലടിക്കാൻ നേരത്ത്. ഈ സാധനം എൻ്റെ കയ്യിൽ ഒട്ടിപ്പിടിച്ച് തണുപ്പ് കാരണം, അപ്പോൾ അതാ കാണിക്കുന്നത്. അങ്ങനെ അതിൽ നിന്ന് അങ്ങ് തിരിച്ച് വെച്ചിട്ട് ഇതിൻ്റെ സ്പൂൺ കാണുന്നില്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം ഈ പറഞ്ഞ രഹസ്യം എന്താണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. നമ്മൾ വീഡിയോ എടുക്കുന്ന കാരണം കൊണ്ട് ആ കൊച്ചു ചോദിച്ചു കേട്ടോ, എന്തോ പരിപാടി. അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞ് ചാനലിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ചാനലിൻ്റെ പേരൊക്കെ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഒരു സബ്സ്ക്രൈബർ കൂടിയാണ് ആ നിൽക്കുന്നത് കേട്ടോ. അവിടെ വെച്ച് എന്നെ സബ്സ്ക്രൈബും ചെയ്തു. സന്തോഷം. ഇതുപോലെ കാണുന്നവരൊക്കെ നമുക്ക് സപ്പോർട്ട് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ ഇങ്ങനെ സപ്പോർട്ട് തരുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രചോദനം കൂടി. പിന്നെ ഈ കടയുടെ പ്രത്യേകതയാണ് കേട്ടോ, നമുക്ക് ഇങ്ങനെ ചിക്കൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് പാക്കറ്റിലാക്കി ഫ്രീസറിൽ വെച്ചേക്കും. ജോലിക്ക് പോകുന്നവർക്ക് വലിയൊരു ഉപകാരമായിട്ടുള്ള സംഭവമാണിത്. വൈകുന്നേരങ്ങളിലൊക്കെ കയറി പിറ്റേന്നത്തേക്കുള്ള തട്ടിക്കൂട്ട് കറിക്ക് ചിക്കൻ കറിക്കുള്ള വകയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുമല്ലോ. അങ്ങനെ ഞാനത് മിക്കപ്പോഴും എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബില്ലടിക്കുകയാണ്. അത് ബില്ലടിച്ചിരിക്കുമ്പോൾ 3 ഐസ്ക്രീമേ ഉള്ളൂ. ഒരെണ്ണം അങ്ങ് തിരിച്ചു വെച്ചു, അമ്മയ്ക്ക് വേണ്ടാന്നുള്ള ഓർമ്മയിൽ. അങ്ങനെ സാധനങ്ങളെല്ലാം ബില്ലടിക്കാൻ നിൽക്കുക. ജാനുമോളാണ് കേട്ടോ ആ യോഗട്ടും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ബില്ലടിച്ച് കിട്ടിയിട്ട് വേണം അതൊന്ന് എന്താണെന്ന് പരിശോധിച്ച് നോക്കാനുള്ള ക്യൂരിയോസിറ്റി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് എൻ്റെത് ബില്ലടിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സാധനം മുന്നോട്ട് വെച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ ജ്യൂസ് 3 എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് 2 അവിടെ നിന്നവർ അപ്പോഴേ തന്നെ കുടിച്ച് തീർത്തു. അതിൻ്റെ കാര്യമായി ചോദിക്കുന്നത്. അങ്ങനെ ജാനുമോളുടെ യോഗട്ട് എന്തായാലും ബില്ലടിച്ച് കൊടുത്തു കേട്ടോ. അവൾക്ക് സമാധാനമായി, അവൾ അതുകൊണ്ട് പോയി. ഇപ്പോഴാണ് ഞാൻ പറഞ്ഞൊരു സർപ്രൈസ് വരുന്നത് കേട്ടോ. നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ഇതാ ഈ ഇരിക്കുന്ന ചെവിയ മുയൽ. ഇത് ആക്ച്വലി പാവക്കുട്ടിയാണെന്ന് പറഞ്ഞ ബാലമോൾ എടുത്തത്. ബട്ട് ഇതൊരു കുടുക്കയായിരുന്നു ഗൈസ്. നേരത്തെ എടുത്തില്ലേ, അതിൻ്റെ ടൈപ്പ് വേറൊരു കുടുക്കയായിരുന്നു. അപ്പോൾ ഇത് വേണോ മറ്റേത് വേണോ എന്ന് വെച്ചപ്പോൾ ഇത് മതിയെന്ന് പറഞ്ഞു. ഇത് കൊണ്ടുവന്ന ഉടനെ തന്നെ വീട്ടിൽ വെച്ചത് പൈസയൊക്കെ ഇട്ട് കേട്ടോ. അപ്പോൾ അതൊരു കുടുക്കയായിരുന്നു. അത് ഞാനും അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. അങ്ങനെ പിന്നെ സാധനങ്ങളെല്ലാം പറക്കിയിട്ടു. ശരപ്പടയിൽ നിന്ന് എല്ലാമൊക്കെ ബില്ലിങ്ങൊക്കെ ചെയ്തെടുത്തു. അപ്പോഴത്തേക്കും കൈ കിട്ടിയ സാധനങ്ങളുമായിട്ട് മക്കൾ അങ്ങ് പോയി കേട്ടോ. വണ്ടിയിൽ കയറാനൊക്കെ അങ്ങ് പോയി. പിന്നെ ഞാനും കസിനും മാത്രമേ ഉള്ളായിരുന്നു. ഈ കസിനാണ് കേട്ടോ എന്നെ വീഡിയോ എടുത്തെല്ലാം സഹായിച്ചു തന്നത്. ചാനൽ തുടങ്ങിയതിൻ്റെയും ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെയും മോറൽ സപ്പോർട്ട് തരുന്ന കുറേയേറെ വ്യക്തികളിലൊരു സ്ട്രോങ് പില്ലറാണ് കേട്ടോ എൻ്റെ ഈ കസിനായിട്ടുള്ള മന്യ എന്ന് പറയുന്നത്. ചേച്ചിക്ക് പറ്റും, ചേച്ചി പൊളിക്ക് എന്ന് കണ്ടിന്യൂസ് ആയിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മുടെ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞു. ഫ്രണ്ടിലുള്ളൊരു മനോഹരമായ കാഴ്ചയൊക്കെ കണ്ട് ആനന്ദിച്ച് ഞാനും ഇതാ എൻ്റെ കസിനും കൂടി സാധനങ്ങളൊക്കെ പറക്കി അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റ ബൈ ബൈ.